ഹലോ എവ്രി വൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാൾ റോഡിൻ്റെതാണ്. ഇവിടെ ആട്ടോ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ. മെയിനായിട്ട് വൈകുന്നേരം ആട്ടോ ഇവിടെ തുടങ്ങാൻ എല്ലാ സംഭവവും സ്റ്റാർട്ടാവുന്നത് വൈകുന്നേരങ്ങളിലാണ്. അത്രയും തിരക്കുമുണ്ട്. അതുപോലെ തന്നെ തണുപ്പായതുകൊണ്ട് തന്നെ കുറേ സ്വെറ്ററിൻ്റെ ഷോപ്പാട്ടോ ഉണ്ടായത്. അപ്പം നമുക്ക് വീഡിയോ കണ്ട് നോക്കിയാലോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. അങ്ങനെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളും ഹിഡിംബ ദേവി ടെമ്പിൾ, അതുപോലെ തന്നെ നാഗർ കാസിൽ, വിൻവിഹാർ അതൊക്കെ കണ്ടതിന് ശേഷം കേട്ടോ മാൾ റോഡിലേക്ക് വന്നത്. ലാസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് മാൾ റോഡിലേക്ക് വന്നത്. ഇത് ക്രിസ്മസിൻ്റെ അന്നാട്ടോ ഞങ്ങൾ മാൾ റോഡിലെത്തിയത്. 25th ഞങ്ങൾ എത്തിയിട്ടുണ്ടായത്. ഞങ്ങൾ വരുമ്പം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് ഷോളും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലാട്ടോ ഉണ്ടായത്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലല്ല ഉള്ളത്. അവരുടേതായ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ ചൂട് കിട്ടുന്ന ടൈപ്പ് മെറ്റീരിയൽ, അതാട്ടോ ഉണ്ടായത്. ഈ ഒരു ഷോപ്പിൽ അത്യാവശ്യം കുറച്ച് ബാഗ്സിൻ്റെ ഒക്കെ കളക്ഷൻ ഉണ്ട്. ഇത് നമ്മുടെ നാട്ടിലൊരു ഫാൻസി അല്ലേ, അതുപോലെ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ പുറത്ത് വെക്കുന്നതെന്നല്ല, ഷോപ്പിൽ തന്നെ വെക്കുന്ന ഐറ്റാട്ടോ ഇത്. പിന്നെ ഇത്രയും തിരക്കുണ്ടാകുമ്പോൾ ബാർഗെയിനിങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈസിൻ ഇവിടുന്ന് തേടി നടക്കുന്നത് ഒരു പീപ്പിക്ക് വേണ്ടിയിട്ടാട്ടോ. ഒരു ബേർഡിൻ്റെ ഒരു പീപ്പി ഇത കണ്ടില്ലേ, ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാട്ടോ തേടി നടന്നത്. പക്ഷെ അവർ ഭയങ്കര റേറ്റാണ് പറഞ്ഞത്. അതിന് എന്താ പറയുക, മൂന്നിരട്ടിനേക്കാളും കൂടുതലാട്ടോ അതിന് പറഞ്ഞത്. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല. പിന്നെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളങ്ങ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ചൂടില്ല, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തൊന്നും പറ്റില്ല. അത് ഫുൾ ഡ്രസ്സിന് കേട്ടോ. മെയിനായിട്ട് ജാക്കറ്റ് തന്നെയാണ്. मैं क्या पहनूं, ठंडी को मैं क्या पहनूं, मैं पतले पे हूँ. ഇവിടെ ഉണ്ട് ടൈപ്പ് പെയിൻറ്റിങ്. ആ പോയോക്കാം. ഇത് വാങ്ങിച്ചു തരാം. ഇപ്പം അവിടെ തന്നെ വാങ്ങിച്ചാൽ ടോയ്സ് ഷോപ്പുണ്ട് കേട്ടോ. കുറച്ചെല്ലാം ബാഗ്സ് ഈ ഒരു ഷോപ്പ് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടി ഡബിൾ പ്രൈസ് ആട്ടോ പറഞ്ഞത്. ഒന്നാമത് സീസൺ ടൈം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ബാർഗെയിനിങ് ഒക്കെ കുറച്ച് വിഷമമാണ് അവർക്കെന്ന് വെച്ചാൽ. ഭയങ്കരമായിട്ട് തിരക്കുണ്ട്. അപ്പം ഒരാളെ തന്നെ നോക്കാനൊന്നും ടൈമില്ലല്ലോ, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ എന്നുള്ള രീതിയിലാട്ടോ. ഞങ്ങൾ പോയത് ഡിസംബറിലായതുകൊണ്ട് തന്നെ അവിടെ ഫുള്ളായിട്ടുള്ള ജാക്കറ്റിൻ്റെ കളക്ഷനാട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു യൂസും ഇല്ല.
അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഇവരുള്ള ചുരിദാർ അങ്ങനത്തെ ഡ്രസ് മെറ്റീരിയലൊക്കെ നമുക്ക് ചൂട് കിട്ടുന്ന ടൈപ്പ് ആയതുകൊണ്ട് അതൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. പിന്നെ മെയിനായിട്ട് ഇവിടെ ഓഫർ ഉള്ളത് ഷോളിനാണ് കേട്ടോ. അവരുടെ ആ ഷോളിന് 100 രൂപയ്ക്ക് 2 അങ്ങനെ ആ ഒരു ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ അതും നമ്മുടെ നാട്ടിൽ ആവശ്യമില്ലല്ലോ. അപ്പം ഈ പുറത്തുനിന്ന് വരുന്നവർക്ക് ഒക്കെ അടിപൊളിയാട്ടോ. ഈ എന്താ പറയുക, ഡൽഹി, ബാംഗ്ലൂർ അവർക്കൊക്കെ നല്ല ചീപ്പ് റേറ്റിന് തന്നെ ഇവിടുന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇവരുടെ മെയിനായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡും ഉണ്ട് കേട്ടോ. മെയിനായിട്ട് മോമോസ്, പിന്നെ അവിടുത്തെ സിദ്ധു എന്ന് പറഞ്ഞൊരു ലോക്കൽ ഡിഷ് ഉണ്ട്, അതും എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്റ്റാളുകളുണ്ട് ഫുഡിൻ്റെ. അതിലോട്ട് ഇറങ്ങി നോക്കാം. ഇത് ഫുള്ള് ഇങ്ങോട്ട് നോക്കാലോ. അപ്പോൾ ഇങ്ങനൊരു ഷോപ്പ് ഞങ്ങൾ കണ്ടിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സംഭവവും ഉണ്ട് എന്ന് അവർ പറയുന്നത്. ജാക്കറ്റ്, ഡ്രസ്സ്, ടീഷർട്ട്, ടോയ്സ്, വാച്ച്, അങ്ങനെ നമുക്ക് വേണ്ടുന്ന എല്ലാം ഒറ്റൊരു സെക്ഷനായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി നോക്കി. ഇത് ഇവിടെ വാങ്ങിച്ചു കൊടുത്തേ. ഇവിടെ തന്നെ വാങ്ങിച്ചു. ഇല്ല, അത്രേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് ഫുൾ ജാക്കറ്റാ. ഷോപ്പിങ്ങിൻ്റെ മഹാസാഗരം. പക്ഷെ ഇവിടെ നല്ല ബാഗെല്ലാം ഉണ്ടേനു. നോക്കട്ടെ, അങ്ങ് മേലെയല്ല. മെയിനായിട്ട് അങ്ങനെ ലാസ്റ്റ് ഐസി അന്വേഷിച്ച സാധനം ഞങ്ങൾ വിചാരിച്ച പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് വാങ്ങിച്ച് അത് കിട്ടിയ ഒരാൾ ഹാപ്പി ആയിട്ടോ. പിന്നെ ഇവിടുന്ന് കുറേ ഫുഡിൻ്റെ സ്റ്റാളാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എല്ലാം ട്രൈ ചെയ്തൊക്കെ ഞങ്ങൾക്കൊരു പേടിയും കൂടി ഉണ്ട് കേട്ടോ. ട്രാവൽ ചെയ്യേണ്ടതായതുകൊണ്ട് നമുക്ക് ശീലമില്ലാത്ത ഫുഡാണല്ലോ. എന്നാലും 1-2 ഐറ്റംസൊക്കെ എന്തായാലും ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അതെന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് വന്ന വഴിയിലോട്ട് ഞങ്ങൾ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ സീസൺ ടൈം ആയതുകൊണ്ടും പിന്നെ ക്രിസ്മസിൻ്റെ അന്നായതുകൊണ്ടും കേട്ടോ ഇത്രയും തിരക്കുണ്ടായത്. ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു, ക്രിസ്മസിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാൾ റോഡിൽ. അവരുടേതായ ഡെക്കറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് ഷോൾ തന്നെ ഇടാം. പിന്നെ ഐസിക്ക് ആ പി കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ആൾ കൂളായിട്ട് അങ്ങനെ കുഴപ്പമില്ലാണ്ട് നടക്കുന്നൊക്കെ ഉണ്ടേനും. പക്ഷെ കുറേ ദൂരം നമ്മളിങ്ങനെ എത്ര ദൂരം നടന്നു നമുക്ക് മനസ്സിലാവായിട്ടാണ്. ഒരു വഴിയിലൂടെ എന്താ പറയുക, ഇഷ്ടംപോലെ ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തിട്ടുണ്ടേനും.
അപ്പം ഈ മാൾ റോഡിൻ്റെ തിരക്ക് നിങ്ങൾ നോക്കിയാൽ തന്നെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അത്രയും ആൾക്കാരുണ്ടെങ്കിലും എന്താ പറയുക, ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ മിസ്സാകുന്ന അത്രയും ആ ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ട് സിദ്ധു ഉണ്ടോയെന്ന്, പക്ഷെ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് ഈ ഒരു ഷോപ്പ് കിട്ടിയേട്ടാ. അവിടെ സാധനം ഉണ്ടായിരുന്നു. 150 അങ്ങനെയാട്ടോ പ്രൈസ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളത് ഓർഡർ ചെയ്തു. സിദ്ധു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടെ ഇത്. ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇവിടെ ഫുൾ വേസ്റ്റ് അപ്പുറം ഇരിക്കും. കൈ കൊണ്ട് തന്നെ ഇരിക്കും എല്ലാരും അതിനെ നിൽക്കുന്നത്. അപ്പൊ ഇത് സിദ്ധു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. പക്ഷെ എങ്ങനെയുണ്ട്? ഇത് കാണുമ്പോൾ നമ്മൾ ആവിയിൽ വേവിക്കുന്ന നമ്മളെ അടയലില്ലേ, അതൊക്കെ പോലെ കേട്ടോ കാണുമ്പോൾ ഉള്ളത്. പോരാ, ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്റ്റേഷനോട് കൂടി പോയിട്ട് വാങ്ങിച്ചാട്ടോ ഇത്. പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനേ പറ്റിയിട്ടില്ല. ഒരിക്കൽ വായിൽ വെച്ചിട്ട് ഞങ്ങൾ തിരിച്ചപ്പാട് അത് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞ് അത് സിദ്ധു തന്നെയാണോ എന്ന് തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്നുവെച്ചാൽ വേറെ അവിടുത്തെ ലോക്കൽസിനൊക്കെ അവർ കൊടുക്കുന്ന രീതിയൊക്കെ മാറ്റമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പില്ല. തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഒഴിവാക്കി. പിന്നെ മോമോസിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടും ഇവിടെ നിന്ന് തന്നെ കഴിച്ചതുകൊണ്ടും അത് ധൈര്യമായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൻ്റെ മോമോസാണ് ഞങ്ങൾ വാങ്ങിച്ചത്. മറ്റൊരു പോയെങ്കിലും മോമോ അടിപൊളിയായിട്ടുണ്ട്. മോമോസ് രസമില്ലേ? അപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ഡെക്കറേറ്റ് ചെയ്താട്ടോ ദൂരെ നിന്ന് കാണുന്നത് വൈറ്റ് ആൻഡ് റെഡ് ബലൂൺസൊക്കെ വെച്ചിട്ടുള്ളത്. അവിടുത്തെ തിരക്കുമാണ്. ആ ഒരു ഗ്രീൻ കളർ ഇട്ടത് പോലീസാണ് കേട്ടോ അവിടെ ഉള്ളത്. അത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റുന്നുണ്ട്. അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റുന്നില്ല, അത്രയും ആളാട്ടോ അങ്ങോട്ട്. പിന്നെ മണാലിയിൽ ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ തോന്നുന്നു സെലിബ്രേഷനും. ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും ക്രിസ്മസിൻ്റെ ഐറ്റമോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രമേ ഞങ്ങളിങ്ങനെ കണ്ടിട്ടുള്ളൂ. പറയാതിരിക്കാൻ വയ്യാട്ടോ, ആ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു. ആ ലൈറ്റ്സൊക്കെ സൂപ്പറായിരുന്നു. നൈറ്റിൽ കാണുമ്പോൾ വേറെ തന്നെ ഒരു ഫീലാട്ടോ അത്. പിന്നെ ആൾക്കൂട്ടത്തിനിടയിൽ ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മാൾ റോഡ് ഫുള്ളായിട്ടൊന്നും എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റൂല. അത്രയും ഉണ്ട് ഷോപ്പ്, അതുപോലെ തന്നെ അത്രയും തിരക്കുമായിരുന്നു. പിന്നെ അതന്നെ നമ്മൾ കാണുമ്പോഴുള്ള ഒരു വൈബ് അതന്നെ കേട്ടോ അടിപൊളി. ഇവിടെ വന്നിട്ട് ഞങ്ങൾ നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് ഈ ഒരു ദിവസം കേട്ടോ. അല്ലെങ്കിൽ ഒരു 6 മണി അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇരുടായിട്ട് പിന്നെ ഒരു സ്ഥലവും കാണാനില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം റൂമിലേക്ക് പോകലാണ്. പക്ഷേ ഈ ഒരു ക്രിസ്മസ് നൈറ്റ് അടിപൊളി കേട്ടോ. നൈറ്റ് ലൈഫ് നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ മാൾ റോഡിൽ നിന്ന് എന്തൊക്കെയോ ഷോപ്പ് ചെയ്യാൻ വിചാരിച്ചു, പക്ഷെ ഒന്നുമില്ല. അവര് സ്വെറ്ററും അങ്ങനത്തെ കുറേ ഐറ്റംസ് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്നൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. അതെങ്കിൽ ഡബിൾ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് നൈറ്റ് ലൈഫൊക്കെ എൻജോയ് ചെയ്ത് നേരെ റൂമിലേക്ക് പോവുക ചെയ്തത്. നാളെ ഇനിയിപ്പോൾ ഞങ്ങൾ കുളുവിലേക്ക് പോകലാണ്. അതുകൊണ്ട് തന്നെ ബാഗൊക്കെ ഫുള്ള് പാക്ക് ചെയ്ത് വെച്ച് നല്ല സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ടേനു.
ഞങ്ങൾ ഫുഡ് ഇന്ന് റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബൊഫെ ഹാളിൽ ഇന്ന് ഫുൾ ഗ്യാങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റൂമിലേക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങോട്ടേക്ക് കൊണ്ടു തന്നെ കേട്ടോ. നല്ല തണുപ്പുണ്ട്, അതാ സൗണ്ടുള്ള ഒരുമാതിരി. ഇന്നത്തെ ഡിന്നറ് റൈസ് ഉണ്ട്, ചപ്പാത്തി, പിന്നെ പാലക് പനീർ, അതുപോലെ ചിക്കൻ വെറൈറ്റി ഉണ്ട്, കടായി ചിക്കൻ, പിന്നെ സാലഡ്, പിന്നെ പായസം കൂടി. പായസം അല്ല, ഇവിടുത്തെ എന്തോ കീർന്നാ മറ്റേ പറഞ്ഞത്. അപ്പോൾ ഇത്രയായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഫുഡ് ടേസ്റ്റ് കിടക്കട്ടെ. ഇനിയിപ്പോൾ നാളെ രാവിലെ കുളുവിലേക്ക് പോകലാന്ന്. ബൈസി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറ. അപ്പോൾ ഡേ 3 കുളുവാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.